യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന്റെയും കുറഞ്ഞ ജനനനിരക്കിന്റെയും പശ്ചാത്തലത്തിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ജർമ്മനിയിൽ ശക്തിപ്പെടുന്നതായി റിപ്പോർട്ട്. സൈന്യത്തിലേക്കുള്ള നിർബന്ധിത നിയമനം പുനരാരംഭിച്ചാൽ ജർമ്മനിയിലെ 18 വയസ്സുള്ള എല്ലാവരും ഇത് പാലിക്കേണ്ടതായി വരും. ദി സൺഡേ ടെലഗ്രാഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയുമായുള്ള നാറ്റോ സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ജർമ്മനിയുടെ നീക്കത്തിനു പിന്നിൽ. എന്നാൽ 3 സാധ്യതകൾ പരിഗണിക്കുന്ന രാജ്യത്തിന്റെ ഈ പദ്ധതി അവസാനഘട്ട ചർച്ചയിലാണെന്നും പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് അടുത്ത മാസം ഔപചാരികമായി ഇതേക്കുറിച്ച് പ്രസ്താവന നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർബന്ധിത സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ പറയുന്ന സാധ്യതകളിൽ 18 വയസ്സുള്ള എല്ലാ പുരുഷന്മാർക്കും 1 വർഷത്തെ നിർബന്ധിത നിയമനം വേണമെന്നാണ് പറയുന്നത്. അതേസമയം പദ്ധതിയിലെ മറ്റൊരു നിർദ്ദേശപ്രകാരം ആൺ-പെൺ വ്യത്യാസമില്ലാതെ 18 തികയുന്ന എല്ലാവരും നിർബന്ധിത സേവനത്തിന് തയ്യാറാകേണ്ടതുണ്ട്. മുമ്പ് പുരുഷന്മാർക്ക് മാത്രം ബാധകമായ നിർബന്ധിത നിയമനമാണ് ഇതിലൂടെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിർബന്ധിത നിയമനത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിന് നിലവിൽ ജർമ്മനിക്ക് ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ ആവശ്യമായി വരും. എന്നിരുന്നാലും ഡെയിലി മെയിൽ പ്രകാരം അത്തരമൊരു മാറ്റത്തിന് സാമൂഹിക അംഗീകാരം ലഭിക്കാനാണ് സാധ്യത എന്ന് സൈനിക ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നതായി പറയുന്നു. ഇതിനായി വ്യക്തികൾ ഒരു ഓൺലൈൻ ഫോം പൂർത്തിയാക്കേണ്ടതുണ്ട്. ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വഴി സേവനത്തിനായി ഇവരെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. എന്നാൽ റിപ്പോർട്ടിൽ നിർബന്ധിത നിയമനം ഒരുപക്ഷെ രാജ്യം ഉപേക്ഷിക്കാനും സാധ്യതയുള്ളതായി പറയുന്നു. പകരം തീവ്രവും സജീവവുമായ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളിലൂടെ നിലവിലുള്ള സൈനിക ചട്ടക്കൂടിനെ ക്രമീകരിക്കാനാകും നീക്കം. അതേസമയം ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശനവേളയിൽ ജർമ്മനിക്ക് നിർബന്ധിത സൈനിക സേവനം ആവശ്യമാണ് എന്ന് പ്രസ്താവിച്ചിരുന്നു. 2011 ജർമ്മനി നിർബന്ധിത സൈനിക സേവനം താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ ഈ തീരുമാനം തെറ്റായി പോയെന്ന് പിസ്റ്റോറിയസ് മുൻപ് പറഞ്ഞിരുന്നു. ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആണവ ശക്തികൾ പൂർണ്ണ സജ്ജമാണെന്ന പ്രഖ്യാപനത്തെ തുടർന്നുള്ള ആഗോള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജർമ്മനിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിനിടെ മെയ് 9 നടത്തിയ ഒരു പ്രസംഗത്തിൽ യുക്രൈനിലെ റഷ്യൻ സൈനികരുടെ വീര്യത്തെ പുടിൻ പ്രശംസിക്കുകയും അന്തർവംശീയ സംഘർഷങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ എന്നിവയ്ക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ആഗോള സംഘർഷം ഒഴിവാക്കാനാണ് ക്രെംലിൻ ശ്രമിക്കുന്നതെന്നും എന്നാൽ റഷ്യയുടെ സുരക്ഷയ്ക്ക് എതിരായി ഉണ്ടാകുന്ന ഏത് ഭീഷണിയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി.